أشهد أن لا إله إلا الحمد لله ربي يهتف باسمك قلبي الحمد لله الحمد لله الحمد لله ربي يهتف باسمك قلبي الحمد لله الحمد لله حمدا إلهي وشكرا أنت يا معبود يا من جل قدره جل قدره. ഇവിടെ ഇവരുടെ വർത്താനം കേട്ടാൽ മനസ്സിലാകുക മദ്ഹ് പറയലൊക്കെ ബിദ്അത്താണ്, മദ്ഹ് പറഞ്ഞ ഒക്കെ തെറ്റാണ് എന്ന് ആരോ പറഞ്ഞു എന്നാ തോന്നുക. ഇതാണ് സാധാരണഗതിയിൽ ഇത് ഒരു വാദപ്രതിവാദത്തിന്റെ അല്ലെങ്കിൽ തന്റെ മറ്റ് എതിരാളിയെ അടിച്ചമർത്താനുള്ള ഒരു വാദമാണെന്ത്, എതിരാളിക്കില്ലാത്തൊരു വാദം ഉണ്ടാക്കുക, എന്നിട്ട് ആ വാദത്തിന് മറുപടി കണ്ടുപിടിക്കുക, എന്നിട്ട് അത് പൊതുജനങ്ങൾക്കിടയിലേക്ക് ഇറക്കുക. അതാണ് ഈ സാധനം. നമ്മൾ ആരും പറഞ്ഞിട്ടില്ല മദ്ഹ് പറയരുതെന്ന്. ഞാനിപ്പോ എത്ര മദ്ഹ് ഇവിടെ വെച്ച് പറഞ്ഞു കഴിഞ്ഞു, എത്ര മദ്ഹ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച്, സഹാബികളെ കുറിച്ച്, താബിഈങ്ങളെ കുറിച്ച്, മദ്ഹബിന്റെ ഇമാമുകളെ കുറിച്ച്, മുഫസ്സിറുകളായ പണ്ഡിതന്മാരെ കുറിച്ച്, മുഹദ്ദിസുകളായ പണ്ഡിതന്മാരെ കുറിച്ച് ഒക്കെ ഞാൻ പറഞ്ഞില്ലേ. എന്ന കേവലം ഒരു മദ്ഹ് പറയലാണോ ജന്മദിനാഘോഷം? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേവലം ഒരു മദ്ഹ് പറയുന്നതിന് ജന്മദിനാഘോഷം എന്ന് പറയുമോ? പറയില്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കണ്ടോ, ഇത് വിവാദവേദി ഹംസക്കോയ ബാക്കവി മുന്നിയൂർ അദ്ദേഹത്തിന്റെ ഒരു ലേഖനാണ്. ആ ലേഖനത്തിൽ എന്താണ് മൗലിദ് എന്ന് അദ്ദേഹം പറയാൻ. എന്താ മൗലിദ്? മൗലിദ് എന്ന് പറഞ്ഞാൽ റബീഉൽ അവ്വൽ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹുകളും പ്രകീർത്തനങ്ങളും ഗദ്യമായും പദ്യമായും ഗദ്യപദ്യ സമ്മിശ്രമായും പറയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഖുർആൻ ഓതുക, ആടിനെയോ പോത്തിനെയോ അറുത്തു പാകം ചെയ്ത് നബിയുടെ പേരിൽ ധർമ്മം ചെയ്യുക. ഇതൊക്കെയാണ് എന്ത് മൗലിദ് എന്ന് പറഞ്ഞാൽ. ഇതിൽ പറഞ്ഞെന്താ മദ്ഹ് പറയാന്ന്. ഇവിടുന്ന് നേരെ ചാടി. എന്താ കാര്യം? ഈ പറയുന്നതിന് തെളിവില്ല. ഈ പറഞ്ഞ സാധനത്തിന് അള്ളാന്റെ റസൂലിന്റെ കാലത്തോ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അതിലൊരിടത്തും തെളിവില്ല. ഈ പറഞ്ഞതിനോ ഖുർആനിലെമ്പാടും തെളിവ് കിട്ടും. കാരണം മദ്ഹ് പറയലാണല്ലോ. നേരെ ഇങ്ങോട്ട് ഇൻകലബഅല വജ്ഹിഹി എന്നാണ്, മുഖത്തിന്മേൽ മറിയുക, മുഖം കുത്തി വീഴുക എന്ന് പറയാ നേരെ. അതുകൊണ്ടാണ് ഈ വെള്ളിയാഴ്ച ഇത് ഇറക്കിയത്. മുഖം കുത്തി വീഴാൻ കുറെ പണിയെടുത്ത് അവസാനം എന്ത് ഇറക്കി. കണ്ടോ ഹംസക്കോയ ബാക്കവി മുന്നീർ പറഞ്ഞത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതിൽ പറഞ്ഞ പോലെ മദ്ഹ് പറയലാണ് മൗലിദ് എങ്കിൽ, മദ്ഹ് പറയലാണ് മൗലിദ് എങ്കിൽ ഞാൻ പറയട്ടെ, പല മൗലിദുകളും നടത്തിയെന്ന് പറയേണ്ടി വരും. പല മൗലിദുകളും ഇവർ തന്നെ നടത്തിയെന്ന് പറയേണ്ടി വരും. മദ്ഹ് പറയലാണ് മൗലിദ് എങ്കിൽ നോക്കൂ നിങ്ങൾ, ഇതേതാണ് സാധനം? ഇത് റിസാലയാണ്. SSFന്റെ മുഖപത്രമാണ് റിസാല. റിസാല 996 മെയ് 10 റിസാലയിൽ കാണാം. നിങ്ങൾ ശരിക്കും മനസ്സിൽ വെച്ചോളുക, മദ്ഹ് പറയലാണ് ഇവർ എതിർക്കുന്നത് എന്നാ പറഞ്ഞത്. മദ്ഹ് പറയൽ മൗലിദാണ് എന്ന് പോലും സമ്മതിക്കുന്നു. മൗലിദ് പറയലാണ് മൗലിദ് എന്ന് പറഞ്ഞത്, മദ്ഹ് പറയലാണ് മൗലിദ് എന്ന്. എന്നാൽ ഞാൻ പറയട്ടെ, കടുത്ത മൗദൂദിയായ അഥവാ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ അംഗീകരിക്കുകയും അവരുടെ പണ്ഡിതനായി കൊണ്ടു നടക്കുകയും മുബത്തദി ആണ് ഇസ്ലാം എന്ന് പുറത്തുപോയവനാണെന്ന് എന്ന് നാഴികക്ക് 40 വട്ടവും കേരളത്തിലെ സമസ്ത പണ്ഡിതന്മാര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പണ്ഡിതനാണ് ഷെയ്ഖ് മുഹമ്മദുൽ ഗസാലി. ഷെയ്ഖ് മുഹമ്മദുൽ ഗസാലി അദ്ദേഹത്തിന്റെ ഫോട്ടോയെ കാണുന്നത്. നൈൽ തീരത്തിന് ഇരട്ട ദുഃഖം, ഹസൻ സഖാഫി അൽ അസ്ഹരി തറയിട്ടാൽ പറ വിട്ടു വരാൻ. അപ്പോ അദ്ദേഹം എഴുതിയ ലേഖനം അതിൽ കാണാം, കേവലം മദ്ഹ് പറയൽ മൗലിദാണെങ്കിൽ കടുത്ത മൗദൂദിസ്റ്റായ മുഹമ്മദുൽ ഗസാലിയുടെ മൗലിദ് റിസാലയിൽ അച്ചടിച്ചു വന്നു എന്ന് സമ്മതിക്കുമോ നിങ്ങൾ? ഇവർക്ക് സമ്മതിക്കാൻ കഴിയുമോ? ആലോചിച്ചു കണ്ടോ, ഷെയ്ഖ് മുഹമ്മദുൽ ഗസാലി തന്റെ തൂലിക കൊണ്ടും നാക്കുകൊണ്ടും ആഗോളാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ക്രിസ്ത്യൻ മിഷനറിക്കെതിരെ പട നയിക്കുകയായിരുന്നു. ഏത് വിഷയത്തിലും ഇസ്ലാമിക ലോകത്ത് തിളങ്ങിയിരുന്ന ആ ഇസ്ലാമിക ചിന്തകൻ സൗദിയിൽ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയ സമയത്താണ് മരണം സംഭവിച്ചത്. നൈൽ തീരത്തിന് താങ്ങാനാവാത്ത ദുഃഖമാണ് ഈ 2 പണ്ഡിതന്മാരുടെ നിയോഗം ഉണ്ടാക്കി തീർത്തത്. വേറൊരു പണ്ഡിതനെ കുറിച്ചും പറയുന്നുണ്ട്. ഇവിടെ നോക്കൂ,
ഏത് വിഷയത്തിലും അഗാധ പണ്ഡിതനായ ചിന്തകൻ, ഇസ്ലാമിക ചിന്തകൻ എന്നാണ് എഴുതിക്കുന്നത്. ഇതല്ലേ ഏറ്റവും വലിയ മദ്ഹ്? ഇതല്ലേ ഏറ്റവും വലിയ മദ്ഹ്? ഈ ഇറക്കിയ വിശുദ്ധിയുടെ റബീ എന്ന ലഘുലേഖയിൽ പറഞ്ഞ പ്രകാരമാണ് മൗലിദെങ്കിൽ കടുത്ത മൗദൂദിസ്റ്റായ മുഹമ്മദുൽ ഗസാലിയുടെ മൗലിദ് റിസാലയിൽ വന്നു എന്ന് സമ്മതിക്കാൻ കഴിയുമോ? സമ്മതിക്കൂല. ഇനി കഴിഞ്ഞില്ല, അടുത്ത് നോക്ക. കുറെ ആളുകളുടെ മൗലിദ്. പിന്നെ അസഖാഫ മാസിക, മർക്കസിൽ നിന്ന് ഇറങ്ങുന്ന, മർക്കസ് സഖാഫത്ത് സുന്നിയയിൽ നിന്ന് ഇറങ്ങുന്ന ഒരു മാസികയാണ് അസഖാഫ. അസഖാഫയിൽ വാജ്പേയിയെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞതായി കാണാം. അതിലെന്താ എഴുതിക്കണം? അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്, പിന്നെ അദ്ദേഹം പറയുന്നത്, BJP അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്, ബ്രഹ്മചാരിയായ ഇയാൾ മഹനീയ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. അസഖാഫ വരിക, ബ്രഹ്മചാരിയായ ഇയാൾ മഹനീയ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. കേവലം മദ്ഹ് പറയൽ മൗലിദാണോ? എന്നാ വാജ്പേയിയുടെ മൗലിദ് ഓതി എന്ന് ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ വിശ്വസിക്കോ? നിങ്ങൾ അംഗീകരിക്കോ? കഴിഞ്ഞില്ല. മറ്റൊരാളാണ് സിക്കന്ദർ ഭക്ത്. പിന്നെ ഫെബ്രുവരിയിൽ ഇറങ്ങിയ സിറാജ് വാരിക, സിറാജ് ദിനപത്രത്തിലുണ്ട് സിക്കന്ദർ ഭക്തനെ കുറിച്ച്. അദ്ദേഹത്തെ കുറിച്ച് അവര് തന്നെ പറയുന്ന, അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ ഹിന്ദു ആയിരുന്നു എന്നാണ്. അപ്പൊ അതിനെക്കുറിച്ച് അയാളെ കുറിച്ച് പറയുന്നത്, സിക്കന്ദർ ഭക്തനെ കുറിച്ച് സിറാജിന്റെ എഡിറ്റോറിയൽ ഇങ്ങനെ എന്താ വന്നിട്ടുള്ളത്? കറകളഞ്ഞ ദേശാഭിമാനി, പിന്നെ മികച്ച പാർലമെന്റേറിയൻ, പ്രഗത്ഭനായ ഭരണാധികാരി, മതസൗഹാർദ്ദത്തിന്റെയും പരസ്പര സ്നേഹത്തിന്റെയും വക്താവ്, കർമ്മനിരതൻ എന്നീ നിലകളിലും സർവാദരണീയനായ അദ്ദേഹം BJPയിൽ ചേർന്ന മുസ്ലിം നേതാക്കളിൽ പ്രഥമഗണനീയനാണ്. സിറാജ് പത്രത്തിലാണ് സിക്കന്ദർ ഭക്തിനെ കുറിച്ചുള്ള മൗലിദ്. വിശ്വസിക്കുമോ മൗലിദ്? നിങ്ങൾ വിശ്വസിക്കുമോ? ഈ ലഘുലേഖ ഇറക്കിയിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച ആളുകൾ അവരംഗീകരിക്കുമോ സിക്കന്ദർ ഭക്തിന്റെ മൗലിദാണ് ഞങ്ങൾ ഓതിയത് എന്ന്? ഞങ്ങൾ മുഹമ്മദ് നബിയുടെ മൗലിദ് മാത്രമല്ല, പണ്ട് മഹത്തുക്കളുടെ മൗലിദ് മാത്രമല്ല, വാജ്പേയിയുടെ മൗലിദ് ഓതും, സിക്കന്ദർ ഭക്തിന്റെ ഓതും, മൗദൂദിസ്റ്റായ മുഹമ്മദ് ഗസാലിന്റെ ഓതും. അതുപോലെ തന്നെ തികഞ്ഞ മൗദൂദിസ്റ്റെന്നും അല്ലെങ്കിൽ വഹാബി പണ്ഡിതനെന്നും ഒക്കെ അറിയപ്പെടുന്ന അബുൽ ഹസൻ അലി നദവിയുടെ മൗലിദ് ഞങ്ങൾ ഓതും എന്ന് പറയുമോ? അപ്പൊ സഹോദരങ്ങളെ, ഇത് തെറ്റിദ്ധരിപ്പിക്കലാണ്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലാണിത്. കേവലം മദ്ഹല്ല, മദ്ഹ് പറയുന്നതിനാരും എതിരുമല്ല. പിന്നെയോ ഇവർ പറഞ്ഞ പോലെ ഞാൻ ചോദിച്ച ചോദ്യമുണ്ടല്ലോ, ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞല്ലേ, റബീഉൽ അവ്വൽ മാസത്തിൽ റബീഉൽ അവ്വൽ 12-ന് പ്രത്യേകമായി അവിടുത്തെയുടെ ജന്മദിനം ആഘോഷിച്ചുകൊണ്ട് മദ്ഹ് പറയുക, ഇത് ഇസ്ലാമിലുള്ളതാണോ? അതിനാണ് തെളിവ് പറയേണ്ടത്. അരിയത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്നല്ല പറയേണ്ടത് എന്നാണ് എനിക്കത് ആ വിഷയത്തിൽ പറയാനുള്ളത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരിക്കലും ഈ വിഷയത്തിൽ ഇവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. ഇനി നിങ്ങൾ നോക്കുക, അടുത്ത കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേവലം മദ്ഹ് മൗലിദ് അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കി. എന്നാൽ മൗലിദ് എന്താണെന്ന് ഹംസക്കോയ ബാക്കവി മുന്നൂർ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കി. ഇനി നിങ്ങൾ നോക്കുക, കേവലം മദ്ഹാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കേവലം മദ്ഹാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ലേ അല്ല. കേവലം മദ്ഹ് എന്ന് പറയാനേ പറ്റൂല. എവിടെ എത്തി? കേവലം മദ്ഹ് പറഞ്ഞ് അവസാനത്തിലേക്ക് എത്തി. നിങ്ങൾ നോക്കൂ, ഇത് മൗലിദ് കിതാബാണ്, 360 നേരത്തെ ഞാൻ കാണിച്ച സാധനം മൗലിദ് കിതാബ്. ഈ മൗലിദ് കിതാബിലുള്ള ഏകദേശം മൗലിദുകളൊക്കെ നിങ്ങൾ പരിശോധിക്കുക. അതിലെല്ലാത്തിലും നിങ്ങൾക്ക് കാണാം കേവലം മദ്ഹല്ല, അതിശയോക്തി കലർന്ന, അതുപോലെ തന്നെ ഒരാൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കുള്ള നിലക്കുള്ള മദ്ഹുകളും മാത്രമല്ല പടച്ചവന്റെ അവസ്ഥയിലേക്ക് പ്രവാചകനെ എത്തിക്കുന്ന മദ്ഹുകളുമാണ് ഇതിനകത്തുള്ളത്. നോക്കൂ, സാധാരണ നിങ്ങൾ കേൾക്കാറുള്ളതാണ് മങ്കൂസ് മൗലിദിൽ നിങ്ങൾക്ക് കാണാം, അതിൽ ധാരാളം വരികളുണ്ട്. പലപ്പോഴും ജനങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ എടുത്തുദ്ധരിക്കുന്നത്, ചിലപ്പോൾ ആളുകൾ പറയാറുണ്ട്, റബീഉൽ അവ്വൽ കടന്നാലുണ്ട് കുറെ ആളുകൾ ഇറങ്ങും, ഇർതകബതു എന്ന് പറഞ്ഞ് ചൊല്ലിയിട്ട് കുറെ ആളുകൾ ഇറങ്ങുന്ന സാധാരണ ഈ നമ്മുടെ എതിർപക്ഷത്തിലുള്ള സഹോദരങ്ങൾ പറയാറുള്ളത്. എന്നാൽ അത് വസ്തുതയല്ലേ? മങ്കൂസ് മൗലിദിൽ കാണുന്നത് എന്താണ്? ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അശ്കു ഫീഹി യാ സയ്യിദി ഖൈറൽ നബീ.
പ്രവാചകരെ, ധാരാളം പാപം ചെയ്തു പോയി. പാപത്തിന്റെ വാഹനത്തിലാണ് ഞാൻ സഞ്ചരിക്കുന്നത് നബിയെ. അതുകൊണ്ട് ഇതാ അങ്ങയോടെയാണ് എനിക്ക് അന്യായം പറയാനുള്ളത്. യാ സയ്യിദി ഖൈറൻ നബി, ഓ ഉത്തമരായ നബിയെ, പ്രവാചകന്മാരിൽ ഉത്തമരായവരെ, എന്റെ നേതാവേ, അങ്ങയോടാണ് എനിക്ക് അന്യായം പറയാനുള്ളത്. കണ്ടോ, നേർക്ക് നേരെ മദ്ഹാണോ ഇത്? ഇതിന് മദ്ഹ് എന്നാണോ ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ഇത് മദ്ഹല്ല, ഇത് മദ്ഹല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള പ്രാർത്ഥനയാണ്. കഴിഞ്ഞില്ല, സുബ്ഹാന മൗലിദിലേക്ക് ഇറങ്ങിക്കോ, നിങ്ങൾക്ക് കാണാം അവിടെ വജുദു യാ റസൂലല്ലാഹി മിൻക ബിറഹ്മതി ലിഅബ്ദിൽ അസീരിൻ ബിദുനുബി മുസർബലു. ഓ നബിയേ, അങ്ങയിൽ നിന്ന് ഈ അടിമക്ക്, പാപപങ്കിലമായി ജീവിക്കുന്ന ഈ അടിമക്ക് അങ്ങ് ഓശാരമായി തരണേ നബിയേ. കണ്ടോ, സുബ്ഹാന മൗലിദിൽ കാണാം. ഇനിയോ ശറഫലന മൗലിദിലേക്ക് ഇറങ്ങിയാൽ കാണാം അബ്ദുകൽ മിസ്കീനു യർജു ഫദ്ലകൽ ജമ്മൽ ഗഫീറു ഫീക ഖദ് അഹ്സൻതു ളന്നി യാ ബശീറു യാ നദീറു. അബ്ദുകൽ മിസ്കീനു യർജു, അങ്ങയുടെ അടിമ, അങ്ങയുടെ പാവപ്പെട്ട അടിമ നബിയെ, യർജു ആഗ്രഹിക്കുകയാണ്, ഫദ്ലകൽ ജമ്മൽ ഗഫീർ, അങ്ങയുടെ ഉന്നതമായ, അങ്ങയുടെ ഔദാര്യത്തെ ഇതാ ഈ അടിമ പ്രതീക്ഷിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞുകൊണ്ട് മാത്രമല്ല, അങ്ങയെക്കുറിച്ച് എന്റെ ധാരണ ഞാൻ ശരിയാക്കിയിട്ടുണ്ട് നബിയെ. കണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടോ യാ ബശീറു യാ നദീർ, ഓ ബഷീറായ നബിയെ, ഓ നദീറായ നബിയെ. ഇങ്ങനെ മദ്ഹുകൾ എന്ന പേരിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഈ സാധനത്തിലുള്ളത് കൂടുതലും വിളിച്ചു പ്രാർത്ഥന, പിന്നെ കുറെ കള്ളവും. കൂടുതൽ വിളിച്ചു പ്രാർത്ഥനയും പിന്നെ കുറെ കള്ളവും. അള്ളാന്റെ റസൂലിന്റെ പേരിൽ കള്ളം, പച്ചക്കള്ളമാണ് എഴുതി വച്ചിരിക്കുന്നത്, പച്ചക്കള്ളം. എന്നിട്ടോ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്ന് വെച്ചാല്, സാധാരണ മുമ്പൊക്കെ നമ്മൾ പറഞ്ഞിരുന്ന ഒരു ചോദ്യം ചോദിച്ചിരുന്നു. പിന്നെ ജാല മുഹമ്മദ് മൗലിദ് എന്ന് പറഞ്ഞൊരു മൗലിദുണ്ട്. ആ മൗലിദില് ബദർ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മണ്ണ് വാരി എറിഞ്ഞല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മണ്ണ് വാരി എറിഞ്ഞു. അപ്പോ ശത്രുക്കളുടെ കണ്ണ് അന്ധമാവുകയും അവർ തിരിഞ്ഞോടുകയും ചെയ്തതാണ്. പഴയ കാലത്തുള്ള 145 വക മൗലിദ് കിതാബിലുള്ളത് എന്താന്ന് ഞാൻ വായിച്ചു കേട്ടോളൂ. 145 വക മൗലിദിലുള്ളത് بمعجزة يده حيث رمى من التراب فقال شاهت الوجوه فأعمى أبصارهم فانهزم 12,000 رجل من الكفار يوم بدر. 12,000 ആളുകൾ കാഫിറുകളിൽ നിന്നും 12,000 ആളുകൾ പിന്തിരിഞ്ഞോടി. എത്ര? 12,000. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത മുശ്രിക്കുകളുടെ എണ്ണം എത്ര? 950 ചില്ലുവാനം മാത്രം. 1000 എത്തൂലെന്നാ. കണ്ടോ, ഇവിടെ ആദ്യം എഴുതി 12,000. ഇത് പച്ചക്കള്ളാണ്, പച്ചക്കള്ളാണ്. ഞാൻ വെറുതെ പറഞ്ഞാലേ. അവിടുന്ന് ഇങ്ങോട്ടെത്തി 333 ഭാഗ മൗലിദിലെത്തിയപ്പോ കണ്ടോ നിങ്ങള്, ഒരു ചെറിയ മാറ്റം വരുത്തി. എന്താണ് ആ മാറ്റം എന്നറിയോ? എടുത്തു കളഞ്ഞ്. ഇത്നാശറ എന്ന് പറഞ്ഞ പച്ചപ്പൊള്ളായി പോവല്ലോ, അതുകൊണ്ട് അതെടുത്ത് കളഞ്ഞ് 12,000 എന്നുള്ളത് മാറ്റിയിട്ട് 1000 എന്നാക്കി ചുരുക്കി. അൽഫ റജുലും മിനൽ കുഫാർ എന്നാക്കി. ഇതിലും ഈ പുതിയതിലൊക്കെ അൽഫ റജുലുന്ന, അതും കള്ളം തന്നെയല്ലേ. ആകെ 950 ചില്ലുവാനേ ഉള്ളൂ. അതിൽ 70 ആളുകൾ ബന്ദികളാക്കപ്പെട്ടു എന്നും 70 ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് ചരിത്രം ഉള്ളത്. അപ്പൊ പിന്നെ എങ്ങനെ 1000 ഓടുക? അപ്പൊ ഒരു കള്ളം വായിക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് എടുത്തു കളഞ്ഞു നോക്കിയപ്പം വീണ്ടും വീണ് ചെളിക്കുഴി തന്നെയാണ്. മനസ്സിലായി നിങ്ങള്? അപ്പോ ഈ ജാതി കള്ളങ്ങൾ പറയുകയാണെങ്കിൽ നോക്കങ്ങള്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞു വരുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് മൂത്രമൊഴിക്കുകയോ കാഷ്ടിക്കുകയൊക്കെ ചെയ്താൽ അത് ഭൂമിയിൽ ഉണ്ടാവില്ല, അത് ഭൂമി വിഴുങ്ങിക്കളയുന്നാണ്. ഭൂമി വിഴുങ്ങിക്കളയുന്നാണ്. ഇതേ മൗലിദിൽ തന്നെ പറഞ്ഞു കാണുങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തിനെ കുറിച്ചൊക്കെ പറയുന്നിടത്ത് കാണാം,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കാഷ്ടിക്കുകയോ മൂത്രിക്കുകയോ ചെയ്താൽ അത് ഭൂമി വിഴുങ്ങാറുണ്ടായി. എന്നാണ് മൗലിക കിതാബിലൊക്കെ ഉള്ളത്. എബുലുഹൂന്ന തെറ്റാണത്. അർത്ഥം വെച്ച് ഇതിന്റെ മലയാളത്തിൽ അത് അർത്ഥം എഴുതിയെടുത്തൊക്കെ വിഴുങ്ങുന്നാണ്. പണ്ഡിതന്മാര് പ്രസംഗിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അപ്പൊ എബുലുഹു എന്നുള്ളത് തെറ്റാണ്. പ്രവാചകന്റെ കാഷ്ടവും മൂത്രവും ഭൂമി വിഴുങ്ങാറുണ്ടായിരുന്നു. ഭൂമി വിഴുങ്ങാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞ ആളുകൾ ഒരിക്കൽ പ്രസംഗിച്ച ഒരു പ്രസംഗത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. അദ്ദേഹം പറയാണ്, ഒരു സ്വഹാബി നബിയുടെ കാഷ്ടം തിന്നു. എങ്ങനെ? അയാൾ പറയാണ്, ഈ പ്രസംഗകൻ പറയാണ്, ഇയാൾ കുറെ കാലമായിട്ട് നബിയുടെ പിന്നാലെ നടക്കാൻ, അതൊന്ന് കിട്ടാനായി നബീന്റെ പിന്നാലെ നടക്കാത്രേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വിവരമില്ലാത്ത മനുഷ്യന്മാർക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം നബിതങ്ങൾക്ക് മൂത്രിക്കോ കാഷ്ടിക്കോ ചെയ്യാൻ തോന്നിയാൽ നബിതങ്ങൾ ദൂരെ പോകുന്ന, ആള് കാണാത്തടുത്ത് പോകുന്ന, ആരെങ്കിലും ഉള്ളിടത്ത് നബിതങ്ങളെ ചെയ്യില്ല, ദൂരെ പോകുന്ന. അത്ര ഒരു കന്യകയായ പെണ്ണിനേക്കാൾ നാണം കുണുങ്ങിയായിരുന്നു അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി കാഷ്ടിക്കുമ്പോൾ പിന്നാലെ പോയി ഇരിക്കാന്നവർക്ക് പറഞ്ഞ എന്താ അവസ്ഥ? നബീന്റെ പിന്നാലെ പോയി അവസാനം ഒരു ദിവസം മൂപ്പർക്ക് സാധനം കിട്ടി. മൂപ്പര് എതെടുത്ത് തിന്നാൻ നേരത്തുണ്ട്, കസ്തൂരിയേക്കാൾ ഭയങ്കര വാസനാണ്. എന്നിട്ട് തിന്നു. സുബ്ഹാന റബ്ബി, നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പൊ താഴേക്ക് വീഴുന്നത് ഭൂമി വിഴുങ്ങുമ്പോ എവിടുന്ന ഇത് കിട്ടാ, അത് വേണം ചിന്തിക്കാൻ. താഴേക്ക് വീഴുമ്പോ ഉടനെ ഭൂമി വിഴുങ്ങുന്നാ പറഞ്ഞു. അത് പിന്നെ എങ്ങനെ കിട്ടിയത്? കഥ ചോദിക്കാൻ പാടില്ല. കഥയിൽ ചോദ്യമൊന്നുമില്ല. അത് ചിലപ്പോ പാത്രം വെച്ചിട്ടുണ്ടാവാം, ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ആവാം. അങ്ങനെ കിട്ടിയത് നിങ്ങൾ ആലോചിച്ച് നോക്കി. നബിക്കുള്ള മൂത്രം ത്വാഹിറാണേ കാട്ടവും, അതുപോലെ തന്നെ ഹബീബി രക്തവും. നബിക്കുള്ള കാഷ്ടം ഭൂമിയും വിഴുങ്ങുന്നതാ, അതിൽ നിന്ന് റീഹുൽ ത്വയ്യിബത്തടിക്കുന്നതാ. നമ്മുടെ തഴവ മൗലവി പറഞ്ഞതാണത്. എന്താ? നബിയുടെ രക്തവും മൂത്രവും കാഷ്ടവും ഒക്കെ എന്താണ്? അത് ശുദ്ധിയാണ്, ത്വാഹിറാണ്. പിന്നെ എന്തിനായിരിക്കും നബിതങ്ങൾ കഴുകിയിട്ടുണ്ടാവുക? മാത്രല്ല അതിൽ നിന്ന് റീഹുൻ ത്വയ്യിബത്ത്, നേരത്തെ തിന്നാള് പറഞ്ഞ കസ്തൂരിന്റെ വാസനയാണെന്നാ. അത്ര വാസനയായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ നബിതങ്ങൾ കഴുകാൻ നടന്നത്? സുബ്ഹാന റബ്ബി, നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇതിനെ മദ്ഹ് എന്ന് പറയാ. ഇതിന് അറബി പറയണ ദമ്മ് ചായല്ല, ദമ്മ് ആക്ഷേപം. അള്ളാന്റെ റസൂലിനെ ആക്ഷേപിക്കലാണ്. വേറൊരു വർത്താനം ഇതിൽ പറയുന്നുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ ഈച്ച ഇരിക്കാറുണ്ടായിരുന്നില്ല. ഇദാ ശമ്മ ദുബാബു റൈഹതഹു മഅത മകാനഹു. മൗലിക കിതാബിലുള്ള നബീന്റെ അടുത്തൂടെ ഈച്ച പോയാൽ മതി, അപ്പ ഈച്ച ചത്തു വീഴുമായിരുന്നു. നോക്കൂ, ഒരൊറ്റ ഹദീസിൽ ഈ സാധനം കാണാൻ കഴിയില്ല നിങ്ങൾക്ക്. ഇതൊക്കെ നമ്മുടെ പ്രത്യേക സാധനം ഉണ്ടാക്കി വെച്ച സാധനം. ഈ പ്രത്യേക സാധനത്തിൽ മാത്രം നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയുള്ളൂ. പിന്നെ കാണാൻ കഴിയുന്നത് പിന്നെ കാണാൻ ചില സ്ഥലത്ത് കഴിയും. എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ പന്താവൂർ ഉസ്താദിന്റെ പുസ്തകം പോലെയുള്ള സാധനങ്ങളിൽ ഇത് കാണാൻ കഴിയും. ഈ ജാതി പുസ്തകത്തിൽ ചവറുകളൊക്കെ എഴുതുന്ന മൂപ്പരുടെ പുസ്തകത്തിലും ഇത് കാണാൻ കഴിയും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മദ്ഹ് എന്ന പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പച്ചപ്പൊള്ള്. എന്നിട്ട് ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് ആളുകൾ നോട്ടീസ് ഇറക്കണം. ഇവര് കണ്ടോ, ഒരു ചെറിയ ന്യൂനപക്ഷുണ്ടോ നബിയെ സ്നേഹിക്കാതെ എതിർക്കണോന്ന്. ചെറിയ ന്യൂനപക്ഷം. ഞാൻ ന്യൂനപക്ഷത്തിൽ നിങ്ങൾ പറയുന്ന ന്യൂനപക്ഷത്തിൽ ഒന്നാമതുണ്ടാകുന്നത് അഷ്റഫുൽ വറാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ആ ന്യൂനപക്ഷത്തിലെ നേതാവാണ്. പിന്നെയോ അവിടുത്തെ ലക്ഷത്തിൽ പരം വരുന്ന സഹാബത്ത് ഈ ന്യൂനപക്ഷത്തിൽപ്പെട്ട ആളുകളാണ്. കാരണം അവർ ചെയ്തിട്ടില്ല. പിന്നെയോ അതിനുശേഷം വന്ന താബിഉകളായ ആളുകൾ, അവരും ഈ ന്യൂനപക്ഷത്തിലാണ്, അവർ ചെയ്തിട്ടില്ല. പിന്നെയോ ശേഷം വന്ന 4 മദ്ഹബിന്റെ മഹത്തുക്കളായ ഇമാമുമാർ, അവരും ഈ ന്യൂനപക്ഷത്തിലാണ്, അവർക്കും ഈ സംഗതി അറിയില്ല. പിന്നെ ഭൂരിപക്ഷത്തിലുള്ള ആളാരാ? ഒന്നാമത്തത് മുളഫർ രാജാവ്. അയാളാരാ? പണ്ഡിതനാ? അയാളാരാ? ഏത് ഇമാമ? മുളഫർ ഇമാം എന്ന് പറഞ്ഞൊരു ഇമാമിനെ കേട്ടില്ലല്ലോ. മുഹദ്ദിസ, ഇമാം ബുഖാരിയെ പോലെ, ഇമാം മുസ്ലിമിനെ പോലെ, ദാവൂദിനെ പോലെ, നസായിയെ പോലെ, ദാരിമിയെ പോലെ മുളഫർ ഇമാം എന്ന് പറഞ്ഞൊരു മുഹദ്ദിസിനെ കേട്ടില്ലല്ലോ. ആരാ മുളഫർ? ഒരു രാജാവ്, ഇർബൽ ഭരിച്ച രാജാവാണ് അയാൾ. ഇനി അപ്പൊ നിങ്ങൾ മനസ്സിലാക്കില്ല, മദ്ഹല്ല. പിന്നെ മദ്ഹ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് തെളിവ് ധരിക്കണ സാധനം എന്താണെന്നറിയോ?
മഹാനായ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹുവിന്റെ ബാനത്ത് സുആദ. ബാനത്ത് സുആദ എന്നത് നബി സല്ലല്ലാഹു അലൈഹി കേൾക്കുന്ന ആളുകൾ വിചാരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ജന്മദിനത്തിൽ ചൊല്ലിയ മദ്ഹ് ബൈത്തായിരിക്കും അത് എന്നാണ്. എന്നാൽ ബാനത്ത് സുആദ എന്ന് പറഞ്ഞ സാധനം അതല്ല എന്നാണ്. ബാനത്ത് സുആദ എഴുതിയത് മഹാനായ കഅബ് ഇബ്നു സുഹൈർ സലമി റളിയല്ലാഹു അൻഹു ആണ്. ഇത് ദർസുകൾ പഠിപ്പിക്കുന്ന ബൈത്ത് കിതാബാണ്. ഞാൻ ഓതിയിരുന്ന കിതാബാണ്, അതുകൊണ്ട് ഇപ്പൊ എത്ര പഴഞ്ചം കാണുന്നത്. ബൈത്ത് കിതാബാണ്. അതിലെ അവസാനത്തെ രണ്ടാമത്തെ ബൈത്ത് ഇതാണ് കാണുന്നത്. ഖസീദത്തു കഅബ് ഇബ്നു സുഹൈർ സലമി റളിയല്ലാഹു അൻഹു. ഈ ബൈത്ത് തുടങ്ങുന്ന ബാനത്ത് സുആദു ഫഖൽബിൽ യൗമ മത്ബൂലു മുതയ്യമുൽ ഇസ്റാ ലം യുഫ്ദ മക്ബൂലു. എന്താണ് എന്നറിയോ? നമ്മുടെ ബൂസൂരി ഇമാമിന്റെ പിന്നെ കാമുകിയെ വർണ്ണിക്കണ ബൈത്തുണ്ടല്ലോ, ആ ജാതി ഒരു സാധനമാണിത്. കാമുകിയെ വർണ്ണിച്ചുകൊണ്ട് ഇതിനകത്ത് ഇടയ്ക്കൊരു ബൈത്തുണ്ട്. എന്താണെന്ന് അറിയാം, ഞാനിത് പള്ളിയിൽ വെച്ച് പറയാൻ പറ്റൂല. അങ്ങനെയാണ് ഇതിനകത്തുള്ളത്. മുപ്പര് ജാഹിലിയത്തിന് ഉണ്ടാക്കിയ ബൈത്താണ്. അതിന്റെ കൂട്ടത്തിൽ എഴുതിയതിന്റെ കൂട്ടത്തിൽ 2 ബൈത്ത് നബിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താണത്? ഉൻബീതു അന്ന റസൂലല്ലാഹി മുഅ്തദിറാ വൽ ഉദുറു ഇൻദ റസൂലില്ലാഹി മഅ്മൂലു ലഖദ് അതൈതു റസൂലല്ലാഹി മുഅ്തദിറാ വൽ ഉദുറു ഇൻദ റസൂലില്ലാഹി മഖ്ബൂലു എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പ്രവാചകനെ കുറിച്ച് പറയുന്നുണ്ട്. അത് കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അദ്ദേഹം പിന്നെ ഇന്ത്യയിലെ ഉള്ള പോലത്തെ തിളങ്ങുന്ന വാളാണ് എന്നുമൊക്കെ അദ്ദേഹം പറഞ്ഞതായി ഈ ബൈത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇതില് ഈ 2-3 വരി, എന്താണ് ആ വരിന്റെ അർത്ഥം? ഉൻബീതു അന്ന റസൂലല്ലാഹി ഔഅദനി, നബി തങ്ങൾ എന്നെ വധിക്കണമെന്ന് വധാജ്ഞ പുറപ്പെടുവിച്ചത് ഞാൻ അറിയുന്നു. നബിന്റെ അടുത്ത് മാപ്പ് സ്വീകാര്യമാണല്ലോ. ചരിത്രം അറിയില്ലേ? അദ്ദേഹം ഇസ്ലാമിനെതിരെ ശക്തമായ കവിത ചൊല്ലിയ ആളാണ്. പ്രവാചകൻ അദ്ദേഹം കൊല്ലാൻ ആജ്ഞ പുറപ്പെടുവിച്ചു. കഅബ് റളിയല്ലാഹുവിന്റെ സഹോദരങ്ങൾ ചെന്നിട്ട് പറഞ്ഞു, കഅബ് നിന്നെ കൊല്ലാൻ പ്രവാചകൻ കൽപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് രക്ഷപ്പെട്ടു. അദ്ദേഹം വേഷം മാറി നാട്ടിൽ നിന്ന് പോയി. അവസാനം കുറച്ച് ദിവസത്തിന് ശേഷം കഅബ് റളിയല്ലാഹു തിരിച്ചു വരികയാണ് വേഷപ്രച്ഛന്നനായി നബീന്റെ മുന്നിൽ. എന്നിട്ട് നബീന്റെ മുന്നിൽ വന്നിട്ടാണ് ഈ ബൈത്ത് ഇങ്ങനെ ചൊല്ലണത്. ചെന്നിട്ട് പറഞ്ഞു, ലഖദ് അതൈതു റസൂലല്ലാഹി മുഅ്തദിറാ വൽ ഉദുറു ഇൻദ റസൂലില്ലാഹി മഖ്ബൂലു, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തെത്തിയിരിക്കുന്നു. മുഅ്തദിറൻ, പ്രവാചകരെ അങ്ങയോട് കാരണം ബോധിപ്പിച്ചുകൊണ്ട് അറിയാതെ വന്നുപോയതാണ് നബിയെ, അറിയാതെ വന്നുപോയതാണ് നബിയെ എന്ന കാരണം ബോധിപ്പിച്ചുകൊണ്ടിതാ കഅബ് അങ്ങയുടെ അടുത്തെത്തിയിരിക്കുന്നു. വൽ ഉദുറു ഇൻദ റസൂലില്ലാഹി മഖ്ബൂലു, കാരണങ്ങൾ നബി തങ്ങളുടെ മുന്നിൽ സ്വീകാര്യമാണല്ലോ എന്ന് കഅബ് റളിയല്ലാഹു പാടിയപ്പോ നബി തങ്ങൾ ചോദിച്ചു, അഅന്ത കഅബുൻ, നിങ്ങളാണ് ഈ കഅബാണല്ലോ? അതേ നബിയെ. നബി അങ്ങ് മാപ്പാക്കണം നബിയെ, ഇനി ഒരിക്കലും എന്നിൽ ഉണ്ടാവുകയില്ല നബിയെ, ഞാനിത് അങ്ങയിൽ വിശ്വസിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ കഅബ് റളിയല്ലാഹു വിശ്വസിച്ചു. ഇത് രഹസ്യമായി നടന്ന കൂടിയാലോചന, കൂടിക്കാഴ്ചയാണ്. രഹസ്യമായി, വേറെ ആരുമില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വധാജ്ഞ നിലനിൽക്കുന്നു, പിൻവലിച്ചിട്ടില്ല. കഅബ് റളിയല്ലാഹു പുറത്തേക്ക് പോകണം. കഅബ് വേഷം മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തട്ടമെടുത്ത് കഅബ് റളിയല്ലാഹു ഇട്ടുകൊടുത്തു. എന്താണത്? അതൊരു അടയാളാണ്. കഅബിനെ ആരും കൊല്ലണ്ട. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തട്ടം കഅബിന്റെ തോളത്ത് വീണാൽ അതിന്റെ അർത്ഥം എന്താണ്? പ്രവാചകൻ കഅബ് റളിയല്ലാഹു അൻഹുവിനെ അംഗീകരിച്ചിരിക്കുന്നു എന്നതിന്റെ അർത്ഥം. ഇതിനെക്കുറിച്ചാണ് ആളുകൾ പറഞ്ഞ മൗലിദ് ഓതിയപ്പോ നബിതങ്ങൾ ഷാളാണ്, പ്രവാചകൻ അങ്ങോട്ട് മൂപ്പറ തട്ട അങ്ങോട്ട് ഹദിയ കൊടുത്തു. അപ്പൊ മൗലിദ് ഓതിട്ട് കൂലി വാങ്ങിക്കോളീൻ, തെളിവായി. മൗലിദ് ഓതിട്ട് തൊണ്ട കീറി മൗലിദ് ചൊല്ലിയാലേ, മങ്കൂസ് മൗലിദൊക്കെ ഓതിയാല് അശറക്ക വയത്ത് ചൊല്ലിയാല് കൂലിട്ടണോ? കൂലിട്ടാൻ എന്താ കൂലിക്ക് തെളിവ്? കഅബ് റളിയല്ലാഹു പ്രവാചകൻ മൗലിദ് ഓതിയപ്പോൾ തന്റെ തട്ടം കൊടുത്തില്ലേ? തെളിവ് ആലോചിച്ച് നോക്കൂ. വസ്തുത എവിടെ? ഇവര് പറയുന്നത് എവിടെ? എന്നിട്ടോ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എന്റെ സഹോദരങ്ങളെ, കഅബ് റളിയല്ലാഹു ചൊല്ലിയ ഈ മൗലിദ് പ്രവാചകന്റെ മൗലിദാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്തൊന്ന് ഈ സാധനം ഒന്ന് മലയാളത്തിലാക്കിയിട്ട് ഇറക്കോ.
ഇന്ന് മലയാളത്തിലാക്കിയിട്ട് ഇറക്കുമോ? മലയാളത്തിലാക്കുമല്ലോ. എന്താ കാര്യം? അതിൽ കൂടുതലും ഉള്ളത് കാമുകിയെ കുറിച്ചുള്ള വർണ്ണനയാ. നീ ചരിഞ്ഞിന്ന് അങ്ങനെയാണ്, നേരെ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മൊത്തം ശരീരത്തെ വർണ്ണിക്കുന്ന വർത്തമാനങ്ങളാണ് ബാനത്ത് സുആദ എന്ന പേരിലുള്ള ഈ സാധനം. ഇതിനാണ് തെളിവ്. ഈ പേപ്പറിലൊക്കെ തെളിവ് പറഞ്ഞെന്താ? കഅബ് റളിയല്ലാഹു പ്രവാചകന്റെ മൗലിദ് ഓതിയില്ലേ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നിട്ട് മദ്ഹ് ചൊല്ലിയതാണ് വിഷയം. കണ്ടങ്ങള്, ഇങ്ങനെ കുറെ പരസ്പര വിരുദ്ധമായ ഉദ്ധരിക്കാൻ കഴിയാത്ത തെളിവുകൾ എടുത്തു വെച്ചുകൊണ്ടാണ് ഈ വലിയ സൽക്കർമ്മം, ഭയങ്കര വലിയ സൽക്കർമ്മത്തിനായി ഇരിക്കാൻ ശ്രമിക്കല്. ഞാനതിന് ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചു എന്ന് അപ്പൊ എന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ നിങ്ങളുടെ മുന്നിൽ ഉണർത്തിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് ചൊല്ലൽ അതാരും ശിർക്കോ കുഫറോ ആക്കിയിട്ടില്ല. ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ള വിഷയം, റബീഉൽ അവ്വൽ മാസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് ആഘോഷിക്കാൻ അന്നത്തെ ദിവസം പ്രത്യേകമായ ഭക്ഷണങ്ങളും ഉണ്ടാക്കി പാനീയങ്ങൾ ഉണ്ടാക്കിയൊക്കെ ചെയ്യാൻ ഏത് തെളിവാണ് പ്രവാചകൻ ചെയ്തു? തെളിയിക്കാൻ കഴിയുമോ എന്നാണ്. അതിന് മറുപടിയില്ല. മദ്ഹ് ചൊല്ലിയതിനുള്ള തെളിവ് മാത്രമാണുള്ളത്. അപ്പോ ഈ വിഷയത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട ആകത്തുക ഞാൻ പറഞ്ഞു വെക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് ആഘോഷിക്കാൻ, മൗലിദ് എന്താണ് നിങ്ങൾ കേട്ട് കഴിഞ്ഞു. മൗലിദ് ആഘോഷിക്കാൻ റബീഉൽ അവ്വലിനെ ശ്രേഷ്ഠത പറയുന്ന ഖുർആനിലോ ഹദീസിലോ സഹാബത്തിന് ഇജ്മായിലോ തെളിവില്ല. മൗലിദ് ആഘോഷിച്ച പ്രവാചകൻ ആഘോഷിച്ചോ സഹാബികൾ ആഘോഷിച്ചോ താബിഈങ്ങൾ ആഘോഷിച്ചോ തെളിവില്ല. ഇങ്ങേറ്റം മദ്ഹബിന്റെ ഇമാമുമാര് പോലും ചെയ്തതായിട്ട് തെളിയിക്കാൻ കഴിയുകയേയില്ല. ഇനി പറഞ്ഞു വന്നാൽ തന്നെ ഇബ്നു ഹജർ അസ്ഖലാനിയെ പോലെ പണ്ഡിതന്മാർ തന്നെ പറയണത് ഇതൊക്കെ 3 നൂറ്റാണ്ടിന് ശേഷം ഉണ്ടായതാണ് എന്നാണ്. ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞതായി സുന്നി വോയിസിൽ റിപ്പോർട്ട് ചെയ്ത്, സുന്നി വോയിസിൽ ഇവർ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അബൂ ഷാം റളിയല്ലാഹു റഹ്മത്തുള്ളാഹി ഇമാം നബവിയുടെ ഉസ്താദാണ്. അദ്ദേഹം പറയും നമ്മുടെ കാലത്തുണ്ടായ പുത്തനാചാരമാണ് എന്ന് പറഞ്ഞത്. സുന്നി അഫ്കാർ ഉദ്ധരിച്ചത് സുന്നി അഫ്കാറിൽ നമുക്ക് കാണാം, സുന്നി അഫ്കാർ എഴുതി കൊടുത്തത് കാണാം. അപ്പോ 3 നൂറ്റാണ്ടിന് ശേഷമുണ്ടായ ഒരു പ്രവർത്തനം, അതിനൊരിക്കലും സഹോദരങ്ങളെ നമ്മുടെ നേരെ കുതിര കയറിയിട്ട് കാര്യമില്ല. ദീനിൽ ഇല്ലാത്തതാണെന്ന് പറയുമ്പോൾ അതിനെതിരെ കൊഞ്ഞനം കാണിക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്തിട്ട് കാര്യമില്ല. അതിനിപ്പോഴും നമ്മൾ ആത്മാർത്ഥമായി പറയുന്നു, പരിശുദ്ധ ഖുർആനിൽ നിന്നോ തിരുസുന്നത്തിൽ നിന്നോ തെളിവുണ്ടെങ്കിൽ സമർത്ഥിക്കാൻ കഴിയുമെങ്കിൽ തെളിവ് കൊണ്ടുവരിക. എന്നാൽ ഇരു കൈയും നീട്ടിയ സ്വാഗതം ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. കാരണം നമ്മൾക്കൊരിക്കലും വാശിയും വൈരാഗ്യവുമില്ല. ഞാൻ പറഞ്ഞത് മാത്രമാണ് ശരി, ബാക്കിയുള്ളവർ പറയുന്നത് മുഴുവനും തെറ്റാണ് എന്ന വാദം നമുക്കില്ല. ആര് പറഞ്ഞതും ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ അംഗീകരിക്കുന്ന കൂട്ടത്തിലാണ് നമ്മൾ. അതുകൊണ്ടാണ് സഹോദരങ്ങളെ ഉണർത്തുന്നത്, ഇതിന് ഇന്നുവരെ തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലോ സ്വഹാബത്തിന് ഇജ്മായിലോ നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കണം. എങ്ങനെ? പ്രവാചകന്റെ ചര്യ ഉൾക്കൊണ്ടുകൊണ്ട്, പ്രവാചകന്റെ ചര്യ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട്, കേവലം ഒരു ദിവസത്തെ ആഘോഷത്തിലൂടെ അല്ല, മറിച്ച് ജീവിതത്തിന്റെ അഖില മേഖലകൾ മുഴുവനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായി അംഗീകരിച്ചുകൊണ്ടാണ് ജീവിതത്തിൽ പകർത്തേണ്ടത്. അങ്ങനെ ജീവിതത്തിൽ പകർത്തുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ സുന്നത്ത് ജമാഅത്തിൽ പെടുന്നവരായി തീരുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഖുർആൻ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുന്നു, നബിയെ അവർ നിങ്ങളെ അംഗീകരിക്കുകയാണ്, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുൽ അത്തീഉല്ലാഹ, അവർ അല്ലാഹുവിനെ, പ്രവാചകരെ അവരോട് പറയുക, അവർ അല്ലാഹുവിനെ അനുസരിക്കട്ടെ, അല്ലാഹുവിന്റെ കൽപ്പനകൾ കീഴൊതുങ്ങട്ടെ. ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും. ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ, അവർ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഫത്തബിഊനി, അവരെന്നെ പിൻപറ്റട്ടെ. എന്നാൽ യുഹിബ്ബുകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടുന്നതാണ്. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുന്നതാണ് എന്ന് നബിയെ അവരോട് പറഞ്ഞു കൊടുക്കൂ എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കാതെ ഒരാൾക്കും പൂർണ്ണ മുസ്ലിമായി ജീവിക്കാൻ സാധ്യമല്ല. ആ പ്രവാചകന്റെ ജീവിതം സ്വന്തം ജീവിതം പോലെ ആക്കി തീർക്കുന്നത് വരെ ഒരാൾക്കും വിശ്വാസിയാവാനും കഴിയില്ല. അങ്ങനെ പൂർണ്ണ വിശ്വാസിയായി തീരണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ പകർത്തിയതായിരിക്കണം പകർത്തേണ്ടത്. അവിടുന്ന് പഠിപ്പിക്കാത്തത് ദീനായിട്ട് അംഗീകരിച്ചുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെട്ടവരായി തീരുകയില്ല എന്ന് മാത്രമല്ല, അവർ നാളെ റബ്ബിന്റെ അടുത്ത് ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നതാണ്. സഹോദരങ്ങളെ, ഇത്
അങ്ങേയറ്റം സ്വദ്ദേശ്യപരമായിട്ടാണ് ഉണർത്തിയിട്ടുള്ളത്. ആരോടെങ്കിലും വൈരാഗ്യം തീർക്കാനോ ആരോടെങ്കിലും തർക്കം കുതർക്കം നടത്താനോ ഒരിക്കലും അങ്ങനെ ഉദ്ദേശിച്ചല്ല. സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ആശിക്കുന്നത് സ്വർഗത്തിൽ പോകാനാണല്ലോ, സ്വർഗത്തിലേക്ക് എത്താനാണല്ലോ നമുക്ക് ആഗ്രഹം. ആ സ്വർഗത്തിലേക്ക് എത്തപ്പെടാനുള്ള എല്ലാ വഴികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടുണ്ട്. ആ വഴിയല്ലാത്തത് പിന്തുടർന്ന് പോകല്ല. الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا ومن يشاقق الرسول ആരെങ്കിലും അല്ലാഹുവിന്റെ പ്രവാചകനോട് എതിരായാൽ من بعد ما تبين له الهدى സന്മാർഗമേതെന്ന് വ്യക്തമായതിനു ശേഷം ഏതാണ് പ്രവാചകചര്യ, ഏതാണ് അനാചാരങ്ങളായ കാര്യങ്ങൾ, ഏതാണ് ശരി ഏതാണ് തെറ്റിയെന്ന് സത്യം ബോധ്യപ്പെട്ടതിന് ശേഷം ആരെങ്കിലും അല്ലാഹുവിന്റെ ഹബീബിനോട് എതിരായി കഴിഞ്ഞാൽ അവൻ ഏതൊരു കാര്യമാണോ ഏറ്റെടുത്തിട്ടുള്ളത് അത് തന്നെ അവനെ നാം ഏറ്റെടുപ്പിക്കുന്നതാണ്, അതിലൂടെ തന്നെയാണ് അവനെ ചരിപ്പിക്കുന്നത്. വനുസ്ലിഹി ജഹന്നം, അവനെ നാം നരകത്തിൽ കടത്തിയിരിക്കുന്നതാണ്. ആ മടക്ക സ്ഥലം വളരെ മോശമാണ്, ആ തിരിച്ചെത്താനുള്ള സ്ഥലം വളരെ മോശമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്വർഗം ലഭിക്കണമോ, ഹൗദുൽ കൗസർ കുടിക്കണമോ, അല്ലാഹുവിന്റെ ഹബീബിനെ കണ്ടുകൊണ്ട് സ്വർഗീയ ആരാമങ്ങളിൽ ഉല്ലസിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, അതോ സുഹക്കൻ സുഹക്കോ പൊയ്ക്കോ നരകത്തിലേക്ക് പൊയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് ആട്ടിയോടിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടണമോ? ഓരോരുത്തരും ചിന്തിക്കുക. മൗലിദ് നടത്തുന്ന ആളുകളോട് അങ്ങേയറ്റം സ്നേഹബുദ്ധിയ ഉണർത്തട്ടെ. അള്ളാഹുവിന്റെ ഹബീബ് ചെയ്യാത്ത ഒരു അമൽ ചെയ്തിട്ട് അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാമെന്ന് വിചാരിച്ചാൽ അത് സാധ്യമല്ല. മൻ അമില അമല ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരാൾ ഒരു കർമ്മം ചെയ്തു അതിൽ എന്റെ കൽപ്പനയില്ലെങ്കിൽ അത് തള്ളപ്പെടുന്നത് തന്നെയാണ്. അത് പ്രവാചക സ്നേഹത്തിന്റെ പേരിലാണെങ്കിലും പ്രവാചകൻ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടതിന്റെ പേരിലാണെങ്കിലും അവിടുന്ന് കൽപ്പിക്കാത്തത് ചെയ്താൽ അത് തള്ളപ്പെടുന്നതാണെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്വർഗം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക, ഈമാൻ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക, സ്വർഗത്തിലേക്ക് പോകാൻ പരിശ്രമിക്കുക, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുക. നാഥൻ അതിനർഹമാ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അർഹമുർ റഹീമീനായ തമ്പുരാനെ, നിന്റെ സ്വർഗത്തിലേക്ക് കടക്കുന്ന സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. നിന്റെ പ്രവാചകനെ അതുവോളം കണ്ട് സ്വർഗത്തിലെ സുഖങ്ങൾ ആസ്വദിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. കത്തിയാളുന്ന നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. കരിഞ്ഞമരുന്ന നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. പ്രവാചകചര്യ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിച്ച് അവസാനം മുത്തഖിയായി മരണപ്പെടുന്ന യഥാർത്ഥ സച്ചരിതരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. പ്രവാചകചര്യയിലുള്ളത് മാത്രം പ്രവർത്തിക്കുകയും അതിലില്ലാത്തത് തള്ളുകയും ചെയ്യുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ആ സുന്നികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ആ യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിന്റെ അംഗങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. മരണപ്പെടുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ പ്രദാനം നൽകണേ തമ്പുരാനെ. അതുപോലെ ഞങ്ങളുടെ ഇടയിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ധാരാളം ആളുകൾ, അവരുടെ രോഗം നീ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. വലിയ വലിയ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന, മാരകമായ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ധാരാളം സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ ഞങ്ങൾക്കുണ്ട് തമ്പുരാനെ. ഞങ്ങളുടെ രോഗങ്ങളും അവരുടെ രോഗങ്ങളും നീ ശിഫയാക്കി തരണേ തമ്പുരാനെ. മാരകമായ രോഗം തന്ന് ഞങ്ങൾ നീ പരീക്ഷിക്കല്ലേ തമ്പുരാനെ. ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത രോഗങ്ങൾ തന്നുകൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ തമ്പുരാനെ. അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അംഗീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈകൽ മസീർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അദ്ദേഹത്തിന്റെ 10 മിനിറ്റുള്ള സംസാരം നിങ്ങൾ ഇരിക്കണം, അത് കേട്ട് മനസ്സിലാക്കുക കൂടി വേണം എന്നുണർത്തുന്നു. അതിനായി ജലീൽ മുസ്ലിയാരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും.